വൈസറത്ത് പറഞ്ഞെന്താ? നബിനോട് നീതി കാട്ടണം എന്നല്ലേ. ഇതേതാ ബുക്കറിയ മുജാഹിദീങ്ങളെ? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ എഴുതി വെച്ചോളൂ. സലാസുല്ലമി എഴുതിയ ഒന്നായി നന്നായി കണ്ടൂട്ടർ മറുപടി ഉണ്ടോളൂ. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് മറ്റൊരുതാണ് ബരുതാന്ന് പറയുന്നത്. അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേ വേണ്ട. ഇനി കേട്ടോളിട്ടോ. ഇതിൽ എഴുതാണ് മുഹമ്മദ് നബിക്ക് പോലും ഇതിന്റെ 18ാമത്തെ പേജില് സഹോദരങ്ങളെ ഖവാരിജുകളുടെ നേതാവ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതെന്തോ ആ ആശയമാണ് മുജാഹിദുകളുടെ ഹദീസ് പണ്ഡിതനെന്ന് അവര് പരിചയപ്പെടുത്താറുള്ള ശ്രീ സലാം സുല്ലമി. ആ സലാം സുല്ലമി ഈ പുസ്തകത്തിന്റെ 18ാമത്തെ പേജിൽ എഴുതുകയാണ്, മുഹമ്മദ് നബിക്ക് പോലും ഭൂമി മുഴുവൻ നീതി കൊണ്ട് നിറക്കുവാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹബീബായ ഉസ്മാനിക്കൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നീതി കാണിക്കാത്ത മനുഷ്യനാണ് ആ മുജാഹിദ് നേതാവും എഴുതുന്നത്. ഇതുതന്നെയാ ഖവാരിജുകളുടെ നേതാവ് ദുൽ ഖുവൈസിറത്തും എഴുതി വെച്ചത്. ഈ ഖവാരിജികളുടെ സ്വഭാവം തരങ്ങള് ഇബ്നു ഉമർ തങ്ങള് പടപ്പുകളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരായിട്ട് ഖവാരിജികളെ കണ്ടിരുന്നു. പോലെ പ്രത്യേകത തരങ്ങള് ഈ കാഫിരീങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ മുസ്ലിങ്ങളെ അക്കൗണ്ടിൽ എഴുതി ചേർക്കും. എന്നിട്ട് കാഫിരീങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞ ആയത്തൊക്കെ ഈ ആയത്തൊക്കെ അങ്ങനെ സുന്നികളുടെ പേരിൽ മുസ്ലിങ്ങളുടെ പേരിൽ പറയും. ഇതായിരുന്നു ഖവാരിജികളുടെ പണി. ഈ ഖവാരിജികളുടെ നേതാവ് ദുൽ ഖുവൈസിറത്താണ്. അയാളെ ഒരു വാദമാണ് നബി നീതി കാണിക്കാത്ത മനുഷ്യനാണ്. ആ വാദം തന്നെ മുജാഹിദ് പറയുന്നത്. ഇനി ഇവരുടെ പിൻഗാമികളാണ് IS എന്നാണ് ഇസ്ലാഹ് മാസിക പറയുന്നത്. എന്നാൽ ഈ ഖവാരിജുകളുടെ പിൻഗാമികളാണ് കേരളത്തിലുള്ള വഹാബി പ്രസ്ഥാനമെന്ന് പറയുന്നത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ഓഫീസിലെ ചീട്ടിലല്ല, SYS ഇറക്കിയ കുറിപ്പിലല്ല. എന്റെ കയ്യിൽ കാണുന്നത് അല്ലാമ സ്വാമി രേഖപ്പെടുത്തുന്ന വരികളാണ്. ഇന്നിറങ്ങുന്ന സ്വാമിയിൽ വഹാബി ചൊരണ്ടുന്നുണ്ട്. ഈ ഭാഗം ചൊരണ്ടിയിട്ടൊന്നും കാര്യമില്ല. കോപ്പി ഞങ്ങളെ കയ്യിലുണ്ട്, വന്നോളിയും കാണിച്ചു തരാം. ഒറിജിനൽ കോപ്പി പള്ളിക്കുന്നതന്നല്ലേ, അവിടെ തന്നെ ഒറിജിനൽ കോപ്പി ഉണ്ട്. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാ. ഇനി കേട്ടോളിയും ഇതിലൊരു ആയത്ത്. മുസ്ലിമീങ്ങളെ നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇമാമീങ്ങളും മുഴുവനും ഈ കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നോക്ക് നിങ്ങൾ, ഫാത്തിർ സൂറയിലെ 8ാമത്തെ വചനം, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ. ഈ ആയത്തിന്റെ വിശകലനത്തിൽ അല്ലാമ സ്വാമി രേഖപ്പെടുത്തുകയാണ്, വഖീല ഹാദിഹിൽ ആയത്തു നസലത് ഫിൽ ഖവാരിജ്. ഈ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത് ഖവാരിജുകളുടെ കാര്യത്തിലാണ് എന്നാണ് മറ്റൊരഭിപ്രായം. എന്താണ് ഖവാരിജിന്റെ പ്രത്യേകത? സ്വാമി പറയട്ടെ, അല്ലദീന യുഹരിഫൂന തഅ്വീലൽ കിതാബി വസുന്ന. അല്ലാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും അവർ ദുർവ്യാഖ്യാനിക്കുന്നവരാ. വയസ്തഹില്ലൂന ബിസാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലഹും. എന്നിട്ട് അതുവഴി മുസ്ലിമീങ്ങളുടെ സമ്പത്തും മുസ്ലിമീങ്ങളുടെ രക്തവും അവരെ ഹലാലാക്കുന്നവരാ. കമാ ഹുവ മുശാഗദുൻ ഫിൽ ആൻ ഫീ നവാഇരിഹിം വഹും ഫിർഖത്തുൻ ബിഅർളിൽ ഹിജാസ്. അവർക്ക് സമാനമായ രൂപത്തിലുള്ള ഒരാളുകളെ ഹിജാസ് നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. യുഖാലു ലഹും അൽ വഖാബിയ. അവർക്ക് പറയുന്ന പേര് വഖാബികൾ എന്നാണ്. യഹ്സബൂന അന്നഹും അലാ ശൈഇൻ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. അവർ സാക്ഷാൽ പിശാചിന്റെ പാർട്ടിയാ. 14 നൂറ്റാണ്ട് മുമ്പ് ഇബ്നു അബ്ദുൽ വഹാബ് ജനിക്കണ നജ്ദിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞില്ലേ, ഹുനാക സലാസിലു വൽ ഫിതനു വബിഹായത്തുൽ ഖർനു ശൈത്വാൻ. അവിടെയാണ് പിശാചിന്റെ ചിന്ത പൊട്ടി മുളക്കുന്നത്. ആ വഹാബി പ്രസ്ഥാനത്തെ അല്ലാമ സ്വാമി രേഖപ്പെടുത്തുന്നത് അത് പിശാചിന്റെ പാർട്ടിയാണ്. ഖവാരിജികളുടെ പിൻഗാമികളാ. ആ ഖവാരിജിന്റെ പിൻഗാമികളാണ് സാക്ഷാൽ TP അബ്ദുൽ മദനിയും ഹുസൈൻ സലഫിയും ഹുസൈൻ മടവൂരും നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ അബൂബക്കർ ബഗ്ദാദിമാരാണ് TP അബ്ദുൽ മദനിയും ഹുസൈൻ സലഫിയും മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള മൗലവിമാർ. എന്താ വ്യത്യാസങ്ങൾ പറ, നിങ്ങൾ പറ, എന്താ വ്യത്യാസം എന്നുള്ളത്? ഇതുകൊണ്ടല്ലേ ഞങ്ങൾ സലഫി പ്രസ്ഥാനം ഭീകര സംഘടനയാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞതാ. അതുകൊണ്ടാ മുസ്തു റസൂൽ പഠിപ്പിച്ചത്, മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ. ഏതെങ്കിലും ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു പുത്തൻവാദിയെ ബഹുമാനിച്ചാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം.
ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവനാ, ഇസ്ലാമിനെ പൊളിക്കാൻ കൂട്ടുനിന്നവനാണ് അവനെന്ന് ആരംഭ പൂവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൽ ബഖറ നിങ്ങൾ വായിച്ചു നോക്ക്, അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ല, ഫിത്ന ഉണ്ടാക്കല്ല, മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കല്ല, അനാവശ്യമായ അനൈക്യമുണ്ടാക്കല്ല എന്നവരോട് പറഞ്ഞാൽ ഖാലു അവര് പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത് ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണെന്ന് അവർ പറയും. എന്നിട്ട് അല്ലാഹ് പറയാണ് അലാ അറിയണം ജനങ്ങളെ, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ ഫസാദ ഉണ്ടാക്കുന്ന ആളുകളാ, അവർ നാശമുണ്ടാക്കുന്ന ആളുകളാ, വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷേ അവരത് അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സദസ്സിൽ വന്ന എല്ലാ സഹോദരങ്ങളോടും, ഈ ശബ്ദം കേൾക്കുന്ന സുന്നി സഹോദരങ്ങളോട്, നമ്മുടെ പെൺകുട്ടികളെ നിങ്ങൾ വക്കാബിക്ക് കെട്ടിച്ചു കൊടുക്കല്ല, അതേപോലെ തന്നെ മൗദൂദിക്ക് കെട്ടിച്ചു കൊടുക്കല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുണ്ട്, 1941 അവർ വന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉൽപ്പന്നമാണ് സിമി എന്ന് പറയുന്ന സംഘടന. ആ സിമിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന് ഇപ്പോഴത്തെ ജമാഅത്തേര് പറയും. വിശദീകരിക്കാൻ സമയം എന്റെ മുമ്പിലില്ല. പ്രബോധനത്തിന്റെ 50ാം വാർഷിക പതിപ്പ് വായിക്ക് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ ലേഖനം. സിമിക്ക് അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോ ആരാതിൽ പങ്കെടുത്ത കേരളത്തിലെ 2 വ്യക്തികൾ, ഒന്ന് ഉസ്മാൻ തർവായിയാണ്, മറ്റൊന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാൻ. കേരളത്തിൽ സിമിയുടെ കമ്മിറ്റി നിലവിൽ വന്നത് കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലാണ്. അതുകൊണ്ടാണ് ഈ മൗദൂദി പ്രസ്ഥാനത്തെ സമസ്തന്റെ ഉലമാക്കൾ എതിർത്തത്. ദൗല് പറഞ്ഞത് ഇന്ത്യന്റെ മോചനോ ഇസ്ലാമിലൂടെ, IS എന്താ പറയുന്നത് ലോകത്തിന്റെ മോചനോ ഇസ്ലാമിലൂടെ, RSS തന്നെ ബദൽ പ്രമേയം കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ അന്ത്യോ ഇന്ത്യയിൽ തന്നെ. ഇവിടെ വന്നപ്പോ ജമാഅത്തേർക്ക് വോട്ട് ചെയ്യലൊക്കെ അറാമയിൽ. ഇപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഗ്യാസും കുറ്റിയും തലയിൽ വെച്ചടക്കാം, ഉളുപ്പ് എന്ന സാധനം ഉണ്ടോ ജമാഅത്തേരാ. ഞാനിപ്പോ ആ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് സാക്ഷാൽ ഖവാരിജുകളുടെ പിൻഗാമികളായ ഭീകര സംഘടനയാണ് സലഫി പ്രസ്ഥാനം. ഇത് നമ്മൾ പറയാന് നമുക്കാരെയും കാത്തു നിൽക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഒരാളെയും നമ്മൾ ഈ കാര്യത്തിൽ നമുക്ക് കാത്തു നിൽക്കേണ്ട ഒരു വിഷയവുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിനായിട്ട് ഇറങ്ങി. ഞങ്ങൾ ഒരു ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളെ ക്യാമ്പയിനും നിർത്തിവെക്കാൻ ഒരുത്തനും പറയില്ല. പറഞ്ഞാൽ ഓർക്ക് പോലെ പണി വെക്കാം. ഇതൊരു സുന്നത്തമായിട്ട് പറയാനുള്ള പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട. ഇനി നോക്ക് നിങ്ങൾ, ഒറ്റ കാര്യം കൂടി, ഇവരുടെ ഭീകരത മുസ്ലിം ചെറുപ്പക്കാരെ നമ്മളൊന്നും സലഫികളെ ഇവിടെ ഇങ്ങനെ സ്നേഹിച്ചണ്ടല്ലോ. ഒരുപാട് രക്തസാക്ഷികൾ ആൽബാബുകളോട് പൊറുക്കൂലട്ടോ. ഖുലാസത്തുൽ കലാമിൽ സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ പണ്ഡിതൻ, ഹറമൈനിയുടെ ആധികാരിക ചരിത്ര പണ്ഡിതനാ. ഇതിൽ 1304 അദ്ദേഹത്തിന്റെ വഫാത്ത്. അദ്ദേഹം എഴുതി വെച്ചത് കാണാൻ കഴിയും. വലമ്മാ ദഖലു ത്വാഇഫ ഖതലു നാസ ഖത്ലൻ ആമ്മ, സലഫി ഭീകരന്മാർ ത്വാഇഫിലേക്ക് വന്നിട്ട് കൂട്ടമായിട്ട് ജനങ്ങളെ കൊന്നു. وصاروا يذبحون الطفل على صدر الأم, ഉമ്മയുടെ മാറിടത്തിലിരിക്കുന്ന കുഞ്ഞുമക്കളെ കഴുത്തറുത്തു കൊന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതിന്റെ വകല്ല, സൈനി ദഹ്ലാൻ ഖുലാസത്തുൽ കലാമിൽ പറയാം. ഓലാരാ? ഹറമൈനിയുടെ ആധികാരിക ചരിത്ര പണ്ഡിതരാണ്. ഉമ്മയുടെ മാറിടത്തിൽ ഇരുന്നു കൊണ്ട് മുലക്കണ്ണി ഊമ്പിക്കുടിക്കുന്ന, അമ്മിഞ്ഞപ്പാല് പിന്നെ നുണയുന്ന, കാലിന്റെ ചുവപ്പ് കളർ പോലും മായാത്ത കുഞ്ഞുമക്കളെ ആ മുലയിൽ നിന്നിട്ട് അടർത്തിയെടുത്തിട്ട് ഉമ്മയുടെ സഹോദരിയുടെ മാറിടത്തിൽ വെച്ചുകൊണ്ട് കുഞ്ഞുമക്കളെ കഴുത്തറുത്തുകൊന്ന പ്രസ്ഥാനം ഭീകര സംഘടനയല്ലെങ്കിൽ പിന്നെ എന്താണ് ഭീകരത എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഭീകര സംഘടനയല്ലെങ്കിൽ പിന്നെന്താണ് ഭീകരത? നിങ്ങൾക്ക് എന്ത് ന്യായം? ബഹുസ്വരതയുടെ ഈ ബഹുസ്വര സമൂഹമുള്ള ഇന്ത്യയിൽ നിലനിൽക്കേണ്ട പ്രസ്ഥാനമല്ല സലഫി പ്രസ്ഥാനം. ഭരണകൂടങ്ങൾ നിരോധിച്ചു കളയേണ്ട പ്രസ്ഥാനമാണ്. ഈ നാടിന്റെ സമാധാനം തകർക്കുന്ന. ഓം ശാന്തി, ഓം ശാന്തി, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന വിവിധ മതക്കാരുമായി തോളോട് തോളുരുമി ജീവിക്കുന്ന ഈ നാട്ടിലെ അമ്പർത്തങ്ങളും പൊന്തുനായരും കാണിച്ചു തന്ന സൗഹൃദ ജീവിതം, സാമൂതിരിയും സൈനുദ്ദീൻ മഖ്ദൂമും പങ്കിട്ട സൗഹൃദ ജീവിതം, അങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും പങ്കിട്ട സൗഹൃദ ജീവിതം, ടിപ്പു സുൽത്താനും പൂർണ്ണയും പങ്കിട്ട സൗഹൃദ ജീവിതം, ആ സൗഹൃദ ജീവിതത്തിന് കളങ്കമുണ്ടാക്കാൻ ഇല്ല കേരള മുസ്ലിം ജമാഅത്തും ഈ സുന്നി പ്രസ്ഥാനമുള്ള കാലത്തോളം ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. സലഫി പ്രസ്ഥാനത്തിന്റെ ആശയധാര ഇവിടെ വളരാൻ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. ഇപ്പൊ കണ്ടോ, ഇന്നലെ വരെ അനുകൂലിച്ചിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. ഓലിപ്പോ ഇന്നലെ മുതൽ തിരുത്തി തുടങ്ങി. ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല, ഏകപക്ഷീയമായി UAP ചുമത്തിക്കൊണ്ട് പറഞ്ഞതാണ്. ഈ പാടൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് തിരുത്തി പറഞ്ഞതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്.
മഹാനായ ശൈഖുന കാന്തപുര ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, ഇന്ന് അനുകൂലിക്കുന്നവർ നാളെ തിരുത്തി പറയേണ്ടി വരും. ചരിത്രബോധമുള്ളവർക്ക് അതേ പറയാൻ പറ്റും. വീട്ടിൽ ഒളിഞ്ഞിരിപ്പുള്ള പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, വൃദ്ധന്മാരുള്ള വീട്ടിലേക്ക് സലഫി ഭീകരന്മാര് ഇരച്ചു കയറി ചെന്ന് അവരെയും പുറത്തു ചാടിച്ചുകൊണ്ട് അവരെയും കൊന്നുകളഞ്ഞു. ووجدوا جماعة يتدارسون القرآن فقتلوهم إلى آخرهم. സഹോദരങ്ങളെ, ദർസ് നടത്തുന്ന പണ്ഡിതന്മാരെ അവസാനത്തെ ആണവരെ കടുത്തറുത്തു കൊന്നു. ഈ പ്രസ്ഥാനം തീർന്നില്ല സുഹൃത്തുക്കളെ. വയഖ്തുലൂന റജുല ഫിൽ മസ്ജിദി വഹുവ റാകിഉൻ ഔ സാജിദുൻ. റുകൂഇൽ കിടക്കുന്ന, സുജൂദിൽ കിടക്കുന്ന വിശ്വാസികൾ മുസ്ലിം പള്ളികളിലേക്ക് ഇരച്ചു കയറി ചെന്നിട്ട് സലാം വീട്ടാൻ പോലും അനുവദിക്കാതെ കടുത്തറുത്തു കൊന്ന പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം. ഇത് പ്രിയപ്പെട്ടവരെ കേവലം ഒരു സൈനി ദഹ്ലാന്റെ ഖുലാസത്തുൽ കലാമിൽ മാത്രമൊന്നുമല്ല. നോക്ക് നിങ്ങൾ, സയ്യിദ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ റിസാലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബഗ്ദാദിന്റെ ആധികാരിക ചരിത്ര പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, സമ്പത്ത് കൊള്ളയടിക്കുക, മുസ്ലിമീങ്ങളെ കൊല്ലുക, വളരെ മൃഗീയമായ രീതിയിലാണ് സലഫി ഭീകരന്മാർ മുസ്ലിം സമുദായത്തോട് അവർ സ്വീകരിച്ച രീതി. കുട്ടികളെ വരെ കൊന്നു. കുട്ടികളെ കൊല്ലുന്ന സമയത്ത് എങ്ങനെ ഹാഉലായി കുഫാർ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ കൊല്ലുന്നത്? ഇവര് കാഫിരീങ്ങളാ. മാത്രമല്ല വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. ഇവരിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളും കാഫിരീങ്ങളും ഫാജിരീങ്ങളുമാണെന്ന് പറഞ്ഞ് കുഞ്ഞുമക്കളെ കഴുത്തറുത്തു കൊന്ന പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം. ഖുലാസത്തുൽ കലാമിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ പറയുന്നത് കാണാം. സഹോദരങ്ങളെ, മൃതദേഹങ്ങൾ ത്വായിഫിന്റെ പാതയോരങ്ങളിൽ കിടക്കുകയാ. ആ മൃതദേഹങ്ങളുടെ മുകളിലൂടെയാ മൃഗങ്ങളെ ഓടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, 10ലധികം ദിവസമാ ആ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കാതിരുന്നത്. കഴുകന്മാര് കൊത്തിപ്പറിച്ചു കൊണ്ടുപോയിരുന്നു. ആരുടെ ശരീരം? ഈ സമുദായത്തിലെ സഹോദരിമാരുടെ, കുഞ്ഞുമക്കളുടെ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 7.5 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങളോട് അശ്വിൻ വിരാതു എന്ന് പറയുന്ന ബുദ്ധ സന്യാസിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരതയുടെ തനിയാവർത്തന സ്വഭാവം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ശൈലിയാണ് സലഫി ഭീകരന്മാർ സുന്നികളോട് കാണിച്ചിട്ടുള്ളത്. ഇല്ല, ഇവരോട് പൊരുത്തപ്പെടാൻ മുസ്ലിമീങ്ങൾക്കാവില്ല. അവരുടെ ആത്മാക്കൾ ഞങ്ങളോട് പൊറുക്കില്ല. അതുകൊണ്ട് ഈ ഭീകര സംഘടനയെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു നവോത്ഥാന പ്രസ്ഥാനമല്ല, ഇതൊരു നന്നാക്കൽ പ്രസ്ഥാനമല്ല, നാടിന്റെ സമാധാനം തകർക്കുകയാണ്. സലഫി പറയുന്ന ഇസ്ലാം മുസ്ലിമീങ്ങളെ ഇസ്ലാമല്ല. സലഫി പറയുന്ന ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമല്ല. അതേസമയത്ത് ഒരു കാര്യം കൂടെ പറയുന്നു, മത തീവ്രവാദം മാത്രം എതിർക്കപ്പെട്ടാൽ പോരാ. ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മാത്രം ചുരുക്കുന്നില്ല. ഒരു കാര്യം കൂടെ പറയാം. ഈ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ രാഷ്ട്രീയ ആയുധമായിട്ട് ആദ്യമായി ഉപയോഗിച്ചതൊന്നും മുസ്ലിം പേരുള്ള ആളുകളല്ല എന്നുകൂടെ കൂട്ടത്തിൽ വായിക്കണം. ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ച റോമൻ കത്തോലിക്കക്കാരാണ്. ഐറിഷ് റിപ്പബ്ലിക്കൻ ബ്രദർഹുഡും അമേരിക്കൻ ഫ്രീയൻ ബ്രദർഹുഡും അവര് 10ലധികം നടത്തിയ സ്ഫോടനങ്ങളെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. 1967 മുതൽ പ്രവർത്തന മേഖലയിലുള്ള LTT പ്രഭാകരൻ മുസ്ലിം സമുദായത്തിന്റെ മെമ്പർ അല്ലട്ടോ. നാഗാ ഭീകരവാദികൾ അവരാരാ? അവർ ക്രിസ്ത്യാനികളാ. എന്ന് വെച്ചിട്ട് ആരും ക്രിസ്തുമതം ഭീകരവാദാന്ന് പറയോ? പറയാൻ പറ്റില്ല. നാഗാ ഭീകരവാദികൾ ക്രിസ്ത്യാനികളാ. ആസാമിലെ ഉൽഫ തീവ്രവാദികൾ ആരാ? ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവരാ. എന്ന് വെച്ചുകൊണ്ട് മഹാഭാരതവും ഭഗവത്ഗീതയും രാമായണവും ഒക്കെ ഇവിടെ ഭീകരത പഠിപ്പിക്കുന്നു പറയോ? ഞങ്ങൾ പറയില്ല. ഇതേ വീക്ഷണം വേണം അബൂബക്കർ ബഗ്ദാദിയുടെ IS, അബൂബക്കർ ഷക്കോവയുടെ ബോക്കോ ഹറാം, അയ്മൻ ലവാഹിയുടെ അൽ ഖായിദ, TP അബ്ദുള്ള കോയമദിന്റെ മുജാഹിദ് പ്രസ്ഥാനം, സയ്യിദ് സലഫിയുടെ സലഫി പ്രസ്ഥാനം, ഈ വക സംഘടനകളും ഇതേ വീക്ഷണത്തോടെ കണ്ട് മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാതെ നിങ്ങൾ ഇസ്ലാമിനെ വായിക്കുക. പൂർവ്വസൂരികളിൽ നിന്ന് മമ്പുറത്ത് തങ്ങള്, വിളിയംകോട് മർക്കാലി തങ്ങള്, മഹാനരായ ടിപ്പു സുൽത്താനെ പോലെയുള്ള മഹാമനീഷികൾ, ഈ പാലക്കാട്ടുകാർക്ക് മറക്കാനാവാത്ത മഹാനായ ഹാജ ഹുസൈൻ മഞ്ഞക്കുളം തങ്ങൾ, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ, അവരിലൊന്നും ഭീകരതയില്ല, തീവ്രവാദമില്ല. അതുകൊണ്ട് നാട് സമാധാനത്തിലേക്ക് നീങ്ങട്ടെ.